റൂമിൽ വന്ന റയാൻഷിനെ കണ്ട് ലച്ചു സെറ്റിൽ നിന്നും എഴുന്നേറ്റ് അവനെന്ന് നോക്കി. അവൻ റോഷ്നിയെന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. നോട്ടം റോഷ്നിയിലായിരുന്നു. രണ്ടാളും കൂടെ എന്താ ഇവിടെ പരിപാടി? റയാൻഷ് അകത്തേക്ക് കയറുമ്പോൾ റോഷ്നിയോടായി ചോദിച്ചു. നിലവിൽ റോഷ്നിക്ക് ലച്ചുവിനോട് യാതൊരു സ്നേഹവുമില്ലെന്ന് അവനറിയാം. അവളെ റോഷ്നി അംഗീകരിക്കുന്നില്ലെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെയാണ് റോഷ്നിക്കൊപ്പം ലച്ചു മുകളിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അവൻ പിന്നാലെ വന്നത്. ലച്ചുവിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ അവൾ വലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലച്ചുവിനേക്കാൾ അതവന് വിഷമമാകും. അതുകൊണ്ടാണ് അവർക്ക് പിന്നാലെ വന്നത്. അപ്പച്ചി ശ്രീലക്ഷ്മിയോട് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ റയാൻഷിന്റെ കൂർത്ത നോട്ടം അവളെ തേടി വന്നു. അതെന്തിനെന്ന് ലച്ചുവിന് മനസ്സിലായില്ല. പക്ഷെ റോഷ്നിക്ക് മനസ്സിലായി. അപ്പച്ചി ഏട്ടത്തോട് ഈ റൂമിൽ കിടക്കണമെന്ന് പറഞ്ഞു. സാധനങ്ങളൊക്കെ എടുത്ത് ഗസ്റ്റ് റൂമിൽ കിടന്നോളാൻ. അതിനുവേണ്ടി ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നതാ. ഏട്ടനോട് ചോദിച്ചിട്ട് പോകുന്ന കരുതിയിരുന്നതാ. റോഷ്നി പറഞ്ഞു നിർത്തുമ്പോൾ അവന്റെ നോട്ടം ലച്ചുവിൽ പതിഞ്ഞു. അവനെ തന്നെ നോക്കി ഇത്തിരി ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. ഈ റൂം വേണ്ടേ? ഒട്ടും ഗൗരവമോ ദേഷ്യമോ ഒന്നുമില്ലാത്ത ശബ്ദത്തിൽ അവൻ ചോദിച്ചു. ലച്ചു വേണമെന്ന പോലെ തല കുലുക്കി. സങ്കടം വന്നതുകൊണ്ടാവാം കീച്ചുണ്ട് കടിച്ചു പിടിച്ചുണ്ട് അവൾ ഉള്ളിലെ സങ്കടം വന്ന് കടിച്ചു പിടിച്ചു. ഈ റൂം മതി, നീ ചെല. അപ്പച്ചി വലതും ചോദിച്ചാൽ ഏട്ടൻ സമ്മതിച്ചില്ലെന്ന് തന്നെ പറഞ്ഞു. അവൾ റോഷ്നിയെ നോക്കി പറയുമ്പോൾ അവൾ തല കുലുക്കിക്കൊണ്ട് ലച്ചുവിനെ നോക്കി. പിന്നെ തുറന്നു കിടക്കുന്ന വാതിലൂടെ പുറത്തേക്ക് നടന്നു. അവൾ പുറത്തേക്ക് പോയതും റയാൻഷ് ആ നിമിഷം തന്നെ വാതിലും അടച്ചതും ശേഷം അവൻ ലച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു. അപ്പച്ചി വേറെ റൂമിലേക്ക് മാറാൻ പറയുമ്പോൾ അതിന് പറ്റില്ലെന്ന് ആ നിമിഷം തന്നെ പറയണ്ടേ? നിനക്ക് നിന്റെ അഭിപ്രായം എന്താണോ അത് പറയാം ലക്ഷ്മി. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയതുപോലെയല്ലേ അവരൊക്കെ കരുതുക. റയാൻഷ് പറയുമ്പോൾ ലച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തപ്പോ അവനോട് തിരിച്ചു പറയുക? ഒന്നും പറയാനില്ല. ആ അപ്പച്ചിയുടെ മുഖത്ത് നോക്കി എതിർത്ത് പറയുന്നത് ലച്ചു വെറുതെ എന്ന് സങ്കല്പിച്ചു നോക്കി. എവിടെ ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. അവരെ കാണുന്നതിന് പേടിയാണ്. അവരെയെന്നില്ല, ഈ വീട്ടിലെ ആരുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും പേടിയാണ്. വീട്ടിൽ രൂപയുടെ മുഖത്തേക്ക് നോക്കുന്ന പോലെ അവിടെ അവരോട് വെറുപ്പും പേടിയുമാണ്. എന്നാൽ ഇവിടെ വെറുപ്പില്ല, പേടിയാണ്. വെറുക്കാൻ ഇതുവരെ കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടാവാൻ പോകുന്നല്ലേ ഉള്ളൂ ലക്ഷ്മി. ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയെന്തോ ചിന്തയിൽ നിൽക്കുന്നവളുടെ തോളിൽ രണ്ട് കൈയും വെച്ചുകൊണ്ട് റയാൻഷ് പതിയൊന്ന് വിളിച്ചു. ശബ്ദം ഉയർത്തി മുന്നിൽ നിൽക്കുന്നവളോട് സംസാരിക്കാൻ തോന്നുന്നേയില്ല. പാവല്ലേ, അവളുടെ വീടും ജീവനായ ഏട്ടനെയൊക്കെ വിട്ടു വന്നില്ലേ. അങ്ങനെയുള്ളവളോട് ദേഷ്യപ്പെടാൻ പറ്റോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. ഓ, ഞെട്ടിത്തരച്ചുകൊണ്ട് ലച്ചു ഒന്ന് വിളി കേട്ടു. അനുസരണയുള്ള ഒരു വിളി കേൾക്കൽ. അവളെ വിളിച്ചയാൾക്ക് ഒത്തിരി ഇഷ്ടം തോന്നുമ്പോഴത്തെ ഒരു വിളി കേൾക്കൽ. റയാൻഷിൻ്റെ ചുണ്ടിൽ നല്ല ഭംഗിയുള്ളൊരു ചിരി വിരിഞ്ഞു. പേടിക്കണ്ടടാ. ഞാനില്ലേ, നീ നിന്റെ അഭിപ്രായം മാത്രം പറഞ്ഞാൽ മതി. വേറെ ഒന്നും നോക്കണ്ട, ആരെയും നോക്കണ്ട. ബാക്കിയൊക്കെ ഞാൻ നോക്കില്ലേ. ലച്ചുവിൻ്റെ ഇടത്തെ ഷോൾഡറിൽ വെച്ചിരിക്കുന്ന അവൻ്റെ വലത്തെ കൈ ഉയർത്തി ലച്ചുവിൻ്റെ കവളിൽ അവൻ പതിയൊന്ന് പിടിച്ചു വലിച്ചു. ലച്ചു ഒന്ന് ചിരിച്ചു, പതിഞ്ഞൊരു ചിരി. കവളൊന്നും പോരാ, ഞാനിങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ വലിഞ്ഞു പോകണം, ഉരുണ്ട് തൊടുത്തു വേണം. അതിന് ഇന്ന് കഴിച്ചതുപോലെ ഇത്തിരി ഒന്നും കഴിച്ചാൽ പോരാ, ഒത്തിരി കഴിക്കണം. എന്നിട്ട് ഒന്നുകൂടെ താടിയൊക്കെ വെക്കണം, അതിലെ ഭംഗി. ലച്ചു ഒന്നും മിണ്ടിയില്ല, അവനെ തന്നെ നോക്കിയിരുന്നു. അപ്പോഴും അവളുടെ ചുണ്ടിൽ പതിഞ്ഞൊരു ചിരിയുണ്ടായിരുന്നു. ആദ്യം കണ്ടപ്പോൾ എന്താ കരുതിയത്, ഇപ്പോൾ കാണുന്നത് എന്താ, കേൾക്കുന്നത് എന്താ? വേറൊരു റയാൻഷ്. ഈ തടിയിൽ കണ്ടിട്ടല്ലേ എന്നെ ഇഷ്ടപ്പെട്ടത്? ലച്ചു തിരിച്ചു ചോദിച്ചു. റയാൻഷ് അതിനൊന്ന് ചിരിച്ചു. പിന്നെ ചോദ്യം ചോദിക്കാനൊക്കെ അറിയാം. പല്ല് കാട്ടിയുള്ള അവൻ്റെ നിറഞ്ഞ ചിരിയിൽ ലച്ചു ഒന്ന് മയങ്ങിപ്പോയി. അതാണ്. എന്നാലും ഒന്നുകൂടെ ലേശം, ഇച്ചിരിയൊക്കെ തടിയാവാം. ഈ കവളിൽ പിടിച്ച് വലിക്കുമ്പോൾ കയ്യിൽ കിട്ടണം. പറയുന്നതിനൊപ്പം ഒന്നുകൂടെ ആ ഇടത്തെ കവളിൽ അവൻ പിടിച്ചു വലിച്ചു വിട്ടു. ആ കവൾ ചുവന്ന നിറമായി. ലച്ചു അവൻ്റെ മുഖത്തേക്ക് തന്നെ ഇമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ്. ഈ കവളിൽ ഉമ്മ വയ്ക്കുമ്പോൾ പതിഞ്ഞു പോണം, പോകുമോ? ലച്ചുവിൻ്റെ ചുവന്ന കവളിലേക്ക് നോക്കിക്കൊണ്ട് ഒന്നുകൂടെ അവളിലേക്ക് ചേർന്നുകൊണ്ട് അവൻ്റെ ചോദ്യം ഇതുവരെ കാണാത്തൊരു ഭാവത്തിൽ. പോവില്ലേ? ആർദ്രമായി ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ ചോദ്യം. ലച്ചു രണ്ട് കൈയും അവൻ്റെ നെഞ്ചിൽ വെച്ചു. ആ കുതിച്ചുയർന്ന ഹൃദയമെടുപ്പ് അവൾക്ക് ഉള്ളൻ കൈയിൽ അറിയാൻ കഴിഞ്ഞു. അറിയില്ല. ഒപ്പം പതിയെ ഇടറിക്കൊണ്ട് വിറച്ചുകൊണ്ട് ഒരു പറച്ചിലും. റയാൻഷ് ലച്ചുവിൻ്റെ മുഖത്തിന് നേരെ മുഖം താഴ്ത്തി. രണ്ടുപേരും തമ്മിൽ വലിയ ഹൈറ്റ് ഡിഫറൻസ് ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ മുഖത്തിന് നേരെ അധികമൊന്നും താഴേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് തല കുനിച്ചാൽ മതി. അറിഞ്ഞു നോക്കിയാലോ? ആ പിടയ്ക്കുന്ന പേലി നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ ചോദ്യം. ലച്ചു ഉമ്മീനിറക്കിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ പയർത്തി വെച്ച കൈ ചുരുട്ടി പിടിച്ച കൈക്കുള്ളിൽ അവൻ്റെ ഷർട്ടും ചുരുണ്ടുകൂടി വലിഞ്ഞു. അറിയട്ടെ? ലച്ചുവിൻ്റെ മൂക്കിൽ
അവൻ നിശ്വാസം തട്ടി. വേണമെന്നോ വേണ്ടെങ്കിൽ പറയാൻ ഒന്ന് മൂളാൻ പോലും കഴിയാതെ ലച്ചു അവൻ്റെ മുഖത്തേക്ക് നെഞ്ചിടിപ്പോടെ നിന്നു. മൂക്കിൽ തട്ടി നിശ്വാസം പതി അവളെ ചുണ്ടിൽ തട്ടി. എന്തോ കവിളിൽ തട്ടിയില്ലേ? ആ തട്ടി. ലച്ചു കണ്ണുകൾ മുറുക്കി അടച്ചു. കിച്ചു. ആ ചുണ്ടുകൾ ശക്തിയിൽ ലച്ചുവിൻ്റെ കവിളിൽ അമർന്നു കഴിഞ്ഞ നിമിഷത്തിൽ തന്നെ വാതിൽ ശക്തിയിൽ കൊട്ടിക്കൊണ്ടുള്ള വിളി. ലച്ചു റയാൻഷിന്റെ നെഞ്ചിൽ പിടിച്ച് തള്ളിക്കൊണ്ട് ബാത്റൂമിൽ കോടിക്കയറി. റയാൻഷ് കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു. ഇങ്ങനെയൊരു നീക്കം അവളുടെ ഭാഗത്തുനിന്ന് അവർ രണ്ട് കൈകൾ കൊണ്ടും അവളെ ലോക്ക് ചെയ്തല്ലോ എന്നാണ് അവൻ മനസ്സിൽ ചിന്തിച്ചത്. അവളിൽ നിന്നിങ്ങനെ ഒരു നീക്കം അവൻ പ്രതീക്ഷിച്ചില്ല. ആദ്യത്തെ തവണയല്ലേ, ഇനി ശരിയാകും. കിച്ചു. ആദ്യത്തേക്കാൾ ഉറക്കെ പുറത്തു നിന്നുള്ള ശബ്ദം. അപ്പോഴാണ് അവൻ ആ ശബ്ദം കേൾക്കുന്നത് തന്നെ. അതുവരെ അവൻ ആ ശബ്ദം കേട്ടിട്ടില്ലായിരുന്നു. അവൻ്റെ കണ്ണുകളിലും ചെവിയിലുമൊക്കെ ലച്ചു നിറഞ്ഞു നിൽക്കുമായിരുന്നു. കിച്ചു. വാതിൽ തട്ടിക്കൊണ്ട് വല്യമ്മയുടെ ശബ്ദം വലത് ഉയർന്നതും അവൻ തിരിഞ്ഞുകൊണ്ട് വാതിലിൻ്റെ ഭാഗത്തേക്ക് നടന്നു. അവരുടെ ശബ്ദം കേട്ടതുകൊണ്ടാണ് ലച്ചു അവനെ തള്ളി മാറ്റിയതെന്ന് മനസ്സിലായപ്പോൾ പുറത്ത് നിൽക്കുന്നവരുടെ ദേഷ്യം ഒരുപിടി മുകളിൽ ഒന്നുകൂടെ കൂടി. ആ ദേഷ്യത്തോടെ തന്നെയാണ് അവൻ വാതിൽ തുറന്നതും. റയാൻഷ് വാതിൽ തുറന്നതും മുന്നിൽ വല്യമ്മയുണ്ട്. അതിനപ്പുറവും ഇപ്പുറവും റോഷ്നിയും സുഭദ്രയും നിൽക്കുന്നുണ്ട്. എന്താ? കടുപ്പിച്ചൊരു ചോദ്യം. അപ്പോഴും അവൻ്റെ വലത്തെ കൈ മുഷ്ടി ചുരുട്ടി തന്നെയായിരുന്നു. അത്രമേൽ കോതിയുടെ ആഗ്രഹത്തോടെ ആദ്യ ചുമരം നശിപ്പിച്ചോടുള്ള ദേഷ്യം അവൻ്റെ മുഖത്ത് എടുത്തു കാണിച്ചിരുന്നു. എന്താ നിന്റെ ഉദ്ദേശം? റയാൻഷ് മുഖം ചേരിച്ചുകൊണ്ട് നോക്കി. അങ്ങോട്ട് വരുന്ന അപ്പച്ചിയാണ് ആ ചോദ്യം ചോദിച്ചത്. എന്ത്? അവൻ്റെ പുരികമൊന്ന് ചുളിഞ്ഞു. ഇവർക്കൊക്കെ എന്തിൻ്റെ കുഴപ്പമാണ്? ഇവരൊക്കെ ഇങ്ങനെ പിന്നാലെ നടക്കുമെന്നൊന്നും അവൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഇതിപ്പം വല്ലാത്ത ശല്യമായതുപോലെ. നീ ആ പെണ്ണി ഇവിടെ നിന്റെ കൂടെ കിടത്താനാണോ എന്ന് വല്യമ്മ ചോദിച്ചതും അവൻ അവരെ നിന്ന് രൂക്ഷമായി നോക്കി. ഇന്ന് വരെ മുന്നിൽ നിൽക്കുന്ന ആരോടും അവന് യാതൊരു ഇഷ്ടക്കേടും തോന്നിയിട്ടില്ല. കാരണം അവരാരും അവൻ്റെ വഴിക്ക് മുന്നിൽ തടസ്സം നിന്നിട്ടില്ല. ആരും അവനെ ചോദ്യം ചെയ്തിട്ടുമില്ല. അവൻ ചെയ്യുന്നതെല്ലാം ശരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും അവനെ തടഞ്ഞിട്ടില്ല, ശകാരിച്ചിട്ടില്ല. അതുകൊണ്ട് അവരും അങ്ങോട്ട് അങ്ങനെ തന്നെയായിരുന്നു. അപ്പച്ചിക്കും വല്യമ്മയ്ക്കുമൊക്കെ അവനൊരു മകന സ്ഥാനം തന്നെയാണ്. അതുകൊണ്ടാണ് അവരൊക്കെ അവനെ ഇതിൽ ചോദ്യം ചെയ്യുന്നത്. പറകിച്ചു, ആ പെണ്ണിനെ നീ നിന്റെ റൂമിലാണോ താമസിപ്പിക്കുന്നത്? വല്യമ്മ വീണ്ടും അവനെ നേരെ ചോദ്യം ചെയ്തു. അർത്ഥം മുറിച്ചുകൊണ്ടൊന്നും പറയാൻ കഴിയാത്തത് കൊണ്ട് അവന് സ്വയം ഒന്ന് അടങ്ങി. പിന്നെ എവിടെ താമസിപ്പിക്കും? അവൻ തിരിച്ചു ചോദിച്ചു. അവരോട് ആരോടും ഇന്നുവരെ നിലവിട്ടൊരു വാക്ക് പോലും പറയാത്തത് കൊണ്ട് ശബ്ദം ഉയർത്തി സംസാരിക്കാതെ സമാധാനത്തോടെ തന്നെയാണ് അവൻ ചോദിച്ചത്. ഗസ്റ്റ് റൂമിൽ താമസിപ്പിക്കണം. ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ പോകാനുള്ളതല്ലേ, അതാ നല്ലത്. അപ്പച്ചി ആലോചനയോടെ പറയുമ്പോൾ റയാൻഷ് അവരെ ഒന്ന് നോക്കി. അപ്പം സുഭദ്രയെ നോക്കി. ആ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ. അവളെ വേറെ റൂമിലേക്ക് ആക്കുമോ എന്നുള്ള ഭയമാണ്. അതിന് അവൾ ഇവിടുത്തെ ഗസ്റ്റ് അല്ലല്ലോ അപ്പച്ചി. പിന്നെ അവൻ്റെ ആ മറുപടിക്ക് തുറച്ചു നോക്കിക്കൊണ്ട് ഒരു ചോദ്യമായിരുന്നു. ഇവരൊക്കെ ഇങ്ങനെ വെറുക്കാൻ മാത്രം എന്താണ് അവളിൽ കണ്ട നെഗറ്റീവ്? അതാണ് അവൻ ചിന്തിച്ചത്. ഈ ബന്ധം വേണ്ടെന്ന് വെക്കാൻ ഇവർക്കൊക്കെ പേഴ്സണലി എന്തെങ്കിലും കാരണം വേണ്ടേ? ഒന്നുമില്ലാതെ ഇവരെന്തിന് ഈ ബന്ധത്തെ വെറുക്കണം, അംഗീകരിക്കാതെ ഇരിക്കണം? അവൻ ചിന്തിച്ചത് അതാണ്. അവൾ നിയമപ്രകാരം എൻ്റെ ഭാര്യയാണ് അപ്പച്ചി, ശ്രീലക്ഷ്മി റയാൻഷ്. അവൾ 6 മാസം ഈ വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്നത് എൻ്റെ ഭാര്യയായിട്ടാണ്. പിരിഞ്ഞു പോകുന്നത് വരെ അവളെ റൂമിൽ വേണ്ടേ? അതിന് നീ അവളെ ഭാര്യ അംഗീകരിക്കുന്നില്ലല്ലോ. പുരുകൻ ചുളിച്ചുകൊണ്ട് വല്യമ്മ അവൻ്റെ മുന്നിൽ വന്നുകൊണ്ട് ചോദിച്ചു. അതാണോ ഇവിടുത്തെ വിഷയം? കോടതി പ്രകാരം ഡിവോഴ്സ് കിട്ടുന്നത് വരെ അവൾ എൻ്റെ കൂടെ വേണം. ഈ വീട്ടിൽ ആരുമില്ലാത്തവളെ പോലെ മാറ്റിക്കിടത്തിൽ അതിന് ഞാൻ കോടതി കയറി ഇറങ്ങേണ്ടി വരും. ഞാൻ മാത്രമല്ല നിങ്ങളും. അവളൊരു കേസ് ഫയൽ ചെയ്താൽ നമ്മളൊക്കെ അകത്താം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ, കോടതി സ്ത്രീകൾക്കൊപ്പമേ നിൽക്കും. എനിക്ക് വയ്യ ഇനി അതിൻ്റെ പിന്നാലെ കയറിയിറങ്ങാൻ. മടുപ്പോടെ അവൻ പറയുമ്പോൾ അപ്പച്ചിയും വല്യമ്മയും പരസ്പരം ഒന്ന് നോക്കി. പിന്നെ നോട്ടം മാറ്റി. തൽക്കാലം അവളിപ്പോൾ ഈ റൂമിൽ തന്നെ നിൽക്കട്ടെ. ഞങ്ങൾ തമ്മിൽ വല്ല അഭിപ്രായ വ്യത്യാസവും വരുമ്പോൾ മാർ താമസിക്കുന്നതിനെ പറ്റി ആലോചിക്കാം. റയാൻഷ് അവസാനത്തെ അഭിപ്രായം പോലെ പറയുമ്പോൾ ആരും പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പച്ചിയുടെ കണ്ണുകൾ തുറന്നു കിടക്കുന്ന വാതിലിൻ്റെ മുന്നിൽ നിൽക്കുന്ന റയാൻഷിൻ്റെ പിന്നിലേക്കായി പോയി. ലച്ചു ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നതാണ്. അപ്പച്ചി അവളെ കണ്ടും റയാൻഷിനെ മറികടന്നുകൊണ്ട് അകത്തേക്ക് കയറി. റയാൻഷ് ചുറ്റും വന്ന് നോക്കി. അവർ തമ്മിലുള്ള 1-2 ചിത്രങ്ങൾ അവൻ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാണുമോ എന്നാണ് അവൻ നോക്കിയത്. എന്നാൽ അപ്പച്ചി ലച്ചുവിനെ മാത്രമാണ് ശ്രദ്ധിച്ചത്. 6 മാസം വരെ ഞങ്ങൾ ചെറുക്കൻ്റെ കൂടെ ഒരു റൂമിലാണ് താമസം. നോക്കിയും കണ്ടും നിൽക്കണം. 6 മാസം കഴിഞ്ഞാൽ എല്ലാ ബന്ധവും അവസാനിപ്പിച്ചുകൊണ്ട് പോകാനുള്ളതാണെന്ന് ഓർമ്മ വേണം. അവനവനെ ശ്രദ്ധിച്ചാൽ അവനവന് നന്ന്. പറഞ്ഞത് മനസ്സിലായോ?
അപ്പച്ചി കടുപ്പിച്ച് ചോദിക്കുമ്പോൾ കീശുണ്ടിന്റെ ഉൾഭാഗം കടിച്ചു പിടിച്ചുകൊണ്ട് അവളൊന്ന് തലയാട്ടി. റയാൻഷ് കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. കാണാൻ ഇത്തിരി കൊള്ളാവുന്നത് കൊണ്ട് ഞങ്ങളുടെ ചെക്ക. അപ്പച്ചി കടുപ്പിച്ചുകൊണ്ടുള്ള അവന്റെ ശബ്ദം. രാഗിണി അവന്റെ ശബ്ദത്തിലെ മാറ്റം മനസ്സിലായതുകൊണ്ടാവാം ലച്ചുവിന്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റി അവനെ നോക്കിയത്. നിങ്ങളൊക്കെ എൻ്റെ ആളുകളാണ്, എൻ്റെ കുടുംബം. നിങ്ങൾക്കൊക്കെ ഉപദേശിക്കാനും കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെയുള്ള അവകാശം എന്നോടാണ്, അല്ലാതെ അവളോടല്ല. അപ്പച്ചി ഇപ്പൊ പറഞ്ഞ വാക്കുകൾ എന്തർത്ഥം വെച്ചുകൊണ്ടാണെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അപ്പച്ചി അവിടം വരെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയോ? വല്ലാത്തൊരു ദേഷ്യവും വെറുപ്പുമൊക്കെ അവന്റെ വാക്കുകളിൽ മുന്നിട്ട് നിന്നിരുന്നു. രാഗിണിയും ഒന്നും വല്ലാതെയായി. അവന്റെ മുന്നിൽ നിന്നുകൊണ്ട് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് അവരും ചിന്തിച്ചു. കിച്ചു, ഞാൻ അങ്ങ് രാഗിണി പറയാൻ തുടങ്ങിയതും അവൻ കൈ ഉയർത്തി തടഞ്ഞു. വേണ്ട പച്ചി, ഇനി അതിനെക്കുറിച്ചൊരു വിശദീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട. വന്ന് കയറി ഒരു ദിവസം പോലും കഴിഞ്ഞിട്ടില്ല. അതിനു മുൻപ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ 6 മാസത്തിനുള്ളിൽ ഞാൻ എന്തൊക്കെ കേൾക്കേണ്ടി വരും? ഞാൻ നിന്നെയല്ല കിച്ചു പറഞ്ഞത്. രാഗിണി അതും പറഞ്ഞിട്ട് ലച്ചുവിനെ നോക്കി. ആരെയും നോക്കാതെ മുഖം താഴ്ത്തി നിൽക്കുകയാണ് അവൾ. പിന്നെ അപ്പച്ചീപ്പ പറഞ്ഞ കാര്യം അവൾ മാത്രം ചെയ്യുവോ? ഞാനും കൂടെ വിചാരിക്കണ്ടേ? രാഗിണി കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. സുഭദ്ര റോഷ്നി ഒന്ന് നോക്കി. ഒരു ചെറുചീരുടെ റയാൻഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. വല്യമ്മയും ആകെ വല്ലാതെയായിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള സംസാരങ്ങൾ ഉണ്ടാവരുത്, മനസ്സിലായില്ലേ? എല്ലാവർക്കും ഉണ്ടാവരുതെന്ന് പറഞ്ഞാൽ ഉണ്ടാവരുത്. ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞാൽ ഇതുപോലെ ആവില്ല ഞാൻ പ്രതികരിക്കുന്നത്. റയാൻഷ് അപ്പച്ചയും വല്യമ്മയും നോക്കി പറയുമ്പോൾ അവരൊന്നും മിണ്ടിയില്ല. അപ്പച്ചി ഒന്നും മിണ്ടാതെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. പിന്നാലെ വല്യമ്മയും. റയാൻഷ് പെട്ടെന്ന് അവർക്ക് പിന്നാലെ പോയി. അപ്പച്ചി അവൻ വിളിച്ചതും അവർ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും അവർ റൂമിന്റെ പുറത്തെത്തിയിരുന്നു. കണ്ടിട്ടും കേട്ടും അതൊരു പാവം പിടിച്ച കൊച്ച. അതിനെ വേദനിപ്പിക്കരുത്. അതിന്റെ കാര്യം നോക്കി കുറച്ച് മാസങ്ങൾ അതിവിടെ കഴിഞ്ഞോളും. ഒരു ശല്യത്തിനും വരില്ല. നിങ്ങളായി അതിനെ ശല്യം ചെയ്താൽ ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ മറന്ന് ഞാൻ അവൾക്കൊപ്പം നിൽക്കും. അതിനുള്ള സാഹചര്യം നിങ്ങളായി ഉണ്ടാക്കരുത്. റയാൻഷ് പറയുമ്പോൾ അപ്പച്ചിയും വല്യമ്മയും ഇത്തിരി ഞെട്ടൽ കലർന്ന ഭാവത്തിൽ പരസ്പരം നോക്കിക്കൊണ്ട് താഴേക്ക് നടന്നു. അവർ പോന്നു നോക്കിക്കൊണ്ട് അവൻ റൂമിലേക്ക് കയറി. സുഭദ്ര ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. റോഷ്നി അവരെ 2 പേരെയും നോക്കിക്കണ്ട് നിൽക്കുന്നുണ്ട്. അവരെ 3 പേരെയും നോക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. റയാൻഷ് റൂമിലേക്ക് കയറി 3 പേരെയും മാറി മാറി നോക്കി. അമ്മയ്ക്കിനി ഇതിൽ വല്ല അഭിപ്രായം പറയാനുണ്ടോ? റയാൻഷ് സുഭദ്രയെ നോക്കി കാണിപ്പിച്ച് ചോദിക്കുമ്പോൾ സുഭദ്ര അവനെ നോക്കിയെന്ന് ചിരിച്ചു. നീ നിന്റെ ഭാര്യയുടെ കൂടെ ഒരു റൂമിൽ താമസിക്കുന്നതിൽ ഞാനെന്ത് അഭിപ്രായം പറയാനാ? സുഭദ്ര അവനെ നോക്കി കാണിപ്പിച്ച് ചോദിക്കുമ്പോൾ അവനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് റോഷ്നിയെ നോക്കി. നിനക്കതിൽ വല്ല അഭിപ്രായം പറയാനുണ്ടോ? അവൻ റോഷ്നിയെ നോക്കി കാണിപ്പിച്ച് ചോദിക്കുമ്പോൾ അവൾ ചുമൽ കൊച്ചിക്കൊണ്ട് ഒന്നുമില്ലെന്ന് തലയാട്ടി. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ലച്ചുവിനെ നോക്കി കാണിപ്പിച്ച് ചോദിക്കുമ്പോൾ റയാൻഷിന് അവളോട് ഇത്തിരി ദേഷ്യം തോന്നി. അവൻ പറഞ്ഞതൊക്കെ അവളായി പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് അവൻ ചിന്തിച്ചത്. ലച്ചു പേരുടെ റയാൻഷിനെ നോക്കിക്കൊണ്ട് ഇല്ലെന്ന് തലയാട്ടി. എന്നാ ഇനി കുറച്ചു നേരം കിടന്നോട്ടോ, ഞങ്ങൾ പോട്ടെ. കുഞ്ഞി വാ. സുഭദ്ര ആദ്യം ലച്ചുവിനെ നോക്കിയും പിന്നെ റോഷ്നിയെ നോക്കിയും പറഞ്ഞു. ലച്ചു ഒന്ന് തല കുലുക്കിയതും സുഭദ്ര പുറത്തേക്ക് നടന്നു. റോഷ്നി തിരിഞ്ഞിന്ന് റയാൻഷിനെയും ലച്ചുവിനെയും നോക്കി. കാണാൻ നല്ല ഭംഗിയുള്ള ജോഡി. പക്ഷേ 2 പേരുടെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ എങ്ങനെ ജീവിക്കും? എന്തേ? റോഷ്നി 2 പേരെയും മാറി മാറി നോക്കുന്ന കണ്ടും റയാൻഷ് പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു. അവളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ റൂമിൽ നിന്നും പുറത്തേക്ക് നടന്നു. റയാൻഷ് ഒന്ന് ചിരിച്ചു. ആ ചിരിയോടെ തന്നെ അവൻ വാതിലടച്ച് ലോക്കാക്കി. വാതിലടച്ച് തിരിഞ്ഞപ്പോൾ ലച്ചു ആ നിൽപ്പ് നിൽക്കുന്നുണ്ട്. റയാൻഷ് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഷെൽഫിന്റെ അടുത്തേക്ക് നടന്നു. AC ഓണാക്കിയ ശേഷം ബാത്റൂമിൽ കയറി ഇറങ്ങുമ്പോഴും ലച്ചു ആ നിൽപ്പ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഇട്ടിരിക്കുന്ന ടീഷർട്ട് അഴിച്ചുകൊണ്ടവൻ വീട്ടിലേക്ക് കിടന്നു. ലച്ചു അപ്പോഴും നിന്നിടത്ത് തന്നെ അനങ്ങിയിട്ടില്ല. ലക്ഷ്മി. ബെഡിൽ വന്ന് കിടന്നിട്ടും അവൾ നിന്നിടത്ത് നിന്ന് അനങ്ങുന്ന പോലും ഇല്ലെന്ന് കണ്ടവൻ ഇത്തിരി കടുപ്പത്തിൽ വിളിച്ചു. എനിക്ക് എൻ്റെ ഏട്ടനെ ഒന്ന് വിളിക്കാൻ. നിന്നിടത്തുനിന്ന് അനങ്ങാൻ തന്നെ അവൾ പറഞ്ഞു. ആദ്യം നിന്നിടത്തുനിന്ന് അനങ്ങ്, അല്ലെങ്കിൽ തല കറങ്ങി വീഴും. അവൻ കടുപ്പിച്ച് പറയുമ്പോൾ അവളൊന്നും മിണ്ടാതെ അവനെ നോക്കാതെ ടേബിളിരിക്കുന്ന അവളുടെ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. ലച്ചു പുറത്തേക്ക് പോയെന്ന് കണ്ടും റയാൻഷ് കിടന്നിട്ടെന്ന് പതി എഴുന്നിട്ട് ബാൽക്കണി ഡോറിലേക്ക് നോക്കി. അവൾക്ക് എന്താ ഇവിടെ ഇരുന്ന് വിളിച്ചാ? സ്വയം ചോദിക്കുന്നതിനൊപ്പം തന്നെ അവൻ്റെ മുഖം ഒന്ന് കടുത്തു. പിന്നെ ഫോൺ ഓണാക്കി അതിലേക്ക് മുഖം താഴ്ത്തി. അപ്പോഴും അവൻ്റെ മുഖം കടുപ്പത്തിൽ തന്നെയായിരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടും ലച്ചുവിനെ കാണാനിരുന്ന് കണ്ടതും ഫോണിൽ നിന്ന് കണ്ണുകൾ മാറ്റി ബാൽക്കണി ഡോറിലൂടെ അവൻ പുറത്തേക്ക് നോക്കി. അനക്കമൊന്നുമില്ല. ഉച്ചയ്ക്ക് കിടന്ന ഒരു ശീലമൊന്നും അവനില്ല. പകൽ വെളിച്ചത്തിൽ
വീട്ടിൽ തന്നെ ഉണ്ടാവാറില്ലാത്തവനാണ്. എന്നത്തെയും പോലെയല്ലോ ഇന്ന് ലച്ചുവിൻ്റെ ഒപ്പം ആ ദിവസം മുഴുവനും വേണമെന്നൊരാഗ്രഹം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓഫീസിലെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ വന്നത്. അപ്പോൾ അവൾ ഇന്ന് കയ്യിൽ കിട്ടുന്നുമില്ല. ഒരു 10 മിനിറ്റ് കൂടെ അവിടെ കിടന്ന് ബാൽക്കണി വാതിലൂടെ അവൻ പുറത്തേക്ക് നോക്കിക്കിടന്നു. ലച്ച് റൂമിലേക്ക് വരുന്നില്ലെന്ന് കണ്ടതും കയ്യിലുള്ള ഫോൺ ബെഡിലേക്കിട്ട് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. ഒരു ഇരുട്ട് കുത്തി പോലുള്ള അന്തരീക്ഷമാണ്. ആകാശമൊക്കെ ഇരുണ്ട് മൂടി മഴയൊക്കെ പെയ്യാൻ ചാൻസുള്ള അന്തരീക്ഷം. കൈയും കെട്ടി ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ലച്ചുവിനെ അവന് നോക്കി. അത്രയും നേരം ഉണ്ടായിരുന്ന കടപ്പം അവളെ നിൽപ്പ് കണ്ട നിമിഷം മാറിയിരുന്നു. ചുണ്ടിൽ വിരിഞ്ഞ ചെറുചിരിയോടെ തന്നെ അവൻ മുന്നോട്ട് നടന്നു. ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നവളെ പിന്നിൽ പോയി നിന്ന് 2 കൈകൾ കൊണ്ടും അവളെ ചുറ്റിപ്പിടിച്ചു. കെട്ടിവെച്ചിരിക്കുന്ന ലച്ചുവിൻ്റെ കൈകൾക്ക് മുകളിൽ 2 കൈയും വെച്ചുകൊണ്ട് അവൻ അവളെ താടി കുത്തി നിന്നു. ലച്ചു മുഖം ചേരിച്ചുകൊണ്ട് റേൻഷിനെ ഒന്ന് നോക്കി. 2 പേരുടെയും കവിളുകൾ പരസ്പരം ഒന്ന് കൂട്ടിമുട്ടിപ്പോയി. ലച്ചു കണ്ണുകൾ അടച്ചുകൊണ്ട് മുഖം മുന്നിലേക്ക് തന്നെയാക്കി. ആ ചേർത്ത് പിടിക്കലിൽ ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പേടിയോ പരിഭ്രമമോ ഒന്നുമില്ല. നിന്റെ കോട്ടന് വിളിച്ചില്ലേ? തോളിൽ താടി കുത്തിക്കൊണ്ട് തന്നെ റേൻ ചോദിക്കുമ്പോൾ പുരികം രണ്ടും ചുളിച്ചുകൊണ്ട് അവൾ അവനെ ഒന്ന് ചെരിഞ്ഞു നോക്കി. റേൻഷ് അവളെ നോക്കാതെ മുന്നിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ ആ മുഖത്തെ ഭാവം നോക്കാതെ തന്നെ അവന് കാണാമായിരുന്നു. ഓ സോറി, നിന്റെ ഏട്ടനെ വിളിച്ചില്ലേ? റേൻഷ് പിന്നെ ആ വാക്കിനൊന്ന് തിരുത്തി. ആങ്ങളെ പറഞ്ഞത് പെങ്ങൾക്ക് പിടിക്കണമെന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ആ സമയം മുഖം ചേരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയ തന്നെ. ഇല്ല, ഏട്ടൻ ഫോൺ എടുത്തില്ല, ഓഫീസിൽ പോയി കാണും. ഹരിയെക്കുറിച്ച് പറയുന്നത് കൊണ്ടാവാം ആ കണ്ണുകൾ നിറഞ്ഞു വന്നത്. റേൻഷ് പിന്നെ ഒന്നും മിണ്ടിയില്ല. ആ നിൽപ്പ് കുറച്ചധികം നേരം 2 പേരിൽ നിന്നും. അവളുടെ തോളിൽ നിന്ന് അവൻ്റെ താടിയോ അവളുടെ കൈകൾക്ക് മുകളിൽ നിന്ന് അവളുടെ കൈകളോ അവൻ മാറ്റിയില്ല. അങ്ങനെ മാറ്റാതിന് കുറച്ച് സമയം. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലമുണ്ടോ? കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റേൻഷ് ചോദിച്ചു. ഇല്ല, ഉറങ്ങുന്ന പോയിട്ട് ചുമ്മാ കിടക്കുന്ന ശീലം പോലും ഇല്ല. റേൻഷിന് ചോദ്യത്തിന് ലക്ഷ്യം മറുപടി പറയുമ്പോൾ ഒരു ചെറുചീരിയോടെ അവൻ അവളിൽ നിന്ന് മകന്നു. പിന്നെ അവൾക്കൊപ്പം അവളോട് ചേർന്ന് റെയിലിൽ ചാർന്നിരുന്നു. ഇപ്പോഴും ആകാശം ഇരുണ്ട് കുത്തി മേഘങ്ങളൊക്കെ കൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ്. ഒപ്പം നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊട്ടും അറിയില്ല, കണ്ടു ഇഷ്ടപ്പെട്ടു. എൻ്റെയാണ് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതം എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്ക് പരസ്പരം അറിയില്ല. പരസ്പരം ഉള്ളൊരു ഇഷ്ടാനിഷ്ടങ്ങളൊന്നും അറിയില്ല. പതിയെ പതിയെ അതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി വേണം ജീവിക്കാൻ. റയാൻഷ് പറഞ്ഞു നിർത്തുമ്പോൾ ലക്ഷ്യം മുഖം ചേരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനും ആ സമയം മുഖം ചേരിച്ചുകൊണ്ട് ലക്ഷ്യുവിനെ നോക്കി. ആരോഗ്യം ആയുസ്സുമുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഒത്തിരി കാലം ജീവിക്കും. അതിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ളത് എന്നോട് തുറന്ന് പറയണം. എന്നോടെന്നല്ല, എല്ലാവരോടും പറയണം. ഇന്നത്തെ അപ്പച്ചിയുടെയും വല്യമ്മയുടെയും ഒക്കെ സംസാരത്തിൽ നിന്ന് തന്നെ മുന്നോട്ട് എങ്ങനെയാവുമെന്നാണ് ധാരണ നിനക്കുണ്ടാവുമല്ലോ. അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. അവർ നിന്നോട് സംസാരിക്കുമ്പോൾ ആ മര്യാദയിൽ തന്നെ തിരിച്ച് സംസാരിച്ചാൽ മതി. അപ്പം അധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവൻ പറയുന്നതൊക്കെ കേട്ട് മിണ്ടാതെ അവനെ നോക്കി നിൽക്കുന്നവളെ നോക്കി ഇത്തിരി ഗൗരവത്തിൽ അവസാന വാക്കുകൾ അവൻ ചോദിച്ചതും അവിടുന്ന് തലയാട്ടി. റയാൻഷ് ലച്ചുവിൻ്റെ മുഖത്തേക്കും ലച്ചു റയാൻഷിൻ്റെ മുഖത്തേക്കും നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ ഓരോ തുള്ളി വെള്ളം അവരുടെ കവിളിലേക്ക് വന്ന് വീണു. 2 പേരുടെയും കണ്ണുകൾ ഒരുപോലെ മുകളിലേക്ക് പോയി. മഴത്തുള്ളികൾ ശക്തിയിൽ വീഴുന്നത് കണ്ടതും റയാൻഷ് ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു.